ومقداره العظيم. الله سبحانه وتعالى أمره سلسل قبول أرحم الراحمين يا ربي നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹഖ് ജാഹ് ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്ന ഒരു ഹദീസ്, ഇന്നി ഇൻദല്ലാഹി ലഖാതമുൻ നബിയ്യീൻ വ ഇന്ന ആദമ ലമുൻജദിലുൻ ഫീ തീനതിഹി വസഉഖ്ബിറുകും അൻ ദാലിക്. ನಾನು ഖാത്തമുൻ നബിയീനാണ്, അഥവാ അന്ത്യപ്രവാചകർ, അവസാനം ബന്ധംകെട്ട ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ ഇന്ന ആദമ ലമുൻജദിലുൻ ഫീ തീനതിഹി, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ പടക്കപ്പെടാട്ടി മുന്നലെ നാണ് അള്ളാഹുടെ മുട്ട അന്ത്യപ്രവാചകരാണ്, അഥവാ എല്ലാത്താട്ടി മുന്നൽ പഠിച്ചതേതെന്ന് കേട്ടെങ്കിൽ നൂറു നബിയ്യന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവ്വലുമാ ഖലഖല്ലാഹു നൂരി, അള്ളാഹു ആദ്യമായി ലോകത്ത് പഠിച്ചത് ആകാശമല്ല, ഭൂമിയല്ല, അർശല്ല, കുർസല്ല. ആദ്യമായി പഠിച്ചത് നൂറു നബിയ്യന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകാശമാണ്, വെളിച്ചാണ്. അപ്പം നാണ് പണ്ടേ ഖാത്തമുൻ നബിയീനാണ്, അള്ളാഹു നിശ്ചയിച്ച ആളാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിച്ചൽ പിന്നെ സ്വർഗത്തിലെല്ലാം മുഹമ്മദ് ചൊല്ലുടെ പേര് കാണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുടെ പേരുടെ ഒട്ടിಗೆ മുഹമ്മദിൻ ചൊല്ലുടെ പേരും കാണ്ട്. പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മധ്യവർത്തിയാക്കിയിട്ട് അള്ളാഹുടെ ഒട്ടിಗೆ കേക്കിടും. അഥവാ സ്വർഗത്തിൽ ഒരു പഴം തിന്നണ്ടാണ്ട് ചെന്ന അള്ളാഹു അതിൽ ആദം നബി അലൈഹി സ്വലാം ഇബ്ലീസിന്റെ വസ്വാസിൽപ്പെട്ട് തിണ്ടിത്തു. പിന്നെ ആദം നബി അലൈഹി സ്വലാം അതുക്ക് പരിഹാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മധ്യവർത്തിയാക്കിയിട്ടാണ് കേക്കിട്. അങ്ങനെ കേക്കുള്ള കാരണം നിന്റെ പേരിലൊട്ടിಗೆ വേറെ ഒരു പേര് അഞ്ഞഞ്ഞ കണ്ടോണ്ടുണ്ട്. അപ്പം നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ പേരല്ലാണ്ട് നീ അവിടെ ചേർക്കല. അതുകൊണ്ട് ആ പേരിന്റെ മുന്നിൽ വെച്ചിട്ട് നിന്റെ ഒട്ടിಗೆ ഞാൻ കേട്ടോണ്ടുള്ളേ. അന്തല്ലദീ ലമ്മാ തവസ്സല ആദമു മിൻ സല്ലത്തിൻ ബികഫാസ വഹുവ അബാക. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദഹാക്കി ചൊന്ന അൽ ഖസീദത്തുൻ നുഅ്മാനിയത്തിൽ ഈ ബൈത്ത് ചൊന്നുകൊണ്ടുണ്ട്. അപ്പം നാണ് ഖാത്തമുൻ നബിയീനാണ്, അന്ത്യപ്രവാചകരാണ്. ഈ നബീൻ്റെ ഉള്ളിലേക്ക് പ്രവാചക അങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ അതൊന്നും പൂർണ്ണന്തല്ല, സമ്പൂർണ്ണമല്ല. നബി അതുപോലെ റസൂൽ ഇങ്ങനത്തെ അറബി പദത്തിന് സൂക്തമായ ഒരു ട്രാൻസ്ലേഷൻ ചൊല്ലുക സാധ്യയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാത്തമുൻ നബിയീൻ, അവസാനം ബന്ധംകെത്ത നബിയാണ്, അവസാനം വരെ നബിയാണ്. മാക്കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും വലാകിർ റസൂലുള്ളാഹി വഖാത്തമൻ നബിയീൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നുകൊണ്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തമുൻ നബിയീനാണ്. അതാണ് ഇവിടെ ചൊന്നുകൊണ്ടുള്ള. എന്നിട്ട് ചൊല്ലു, ഇന്നി ദഅവതു അബി ഇബ്രാഹിം അലൈഹിസ്സലാം, നാണ് നന്റെ ബാപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയ ദുആത്ത ഫലമാണ്. അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദ്വാർന്നത് ഇങ്ങനത്തെ ഒരു നബിയെ മക്കത്ത് നീ കൊടുക്കണോണ്ട് പണ്ട് ദ്വാർന്നത്. ആ ദ്വാത്ത ഫലം ആണ് നാണ് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. പരിശുദ്ധമായ കഅബ നിർമ്മാണം ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ കഅബ നിർമ്മാണം ആയാൽ പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കത്ത് നിന്റെ ദ്വാർക്കട്, റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. റബ്ബന, ഞങ്ങളെ റബ്ബേ, വബഅസ് ഫീഹിം റസൂലൻ, നാനിതാ കഅബാലയത്തെ കൂടെ നിർമ്മാണാക്കിയ പ്രിയപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കൂട്ടിയിട്ട് മക്കത്തിൽ കഅബ പുനർനിർമ്മാണാക്കിട്. ഇനി ആ കഅബത്തെ ഹയാത്താക്കിടെങ്കിൽ താഴ്മാർ വേണല്ലേ അന്ത്യനാൾ വരെ. അതുക്ക് ഏറ്റവും പിന്നെ അങ്ങനെ ആക്വാട്ടെങ്കത്ത ഒരു റസൂലിനെ നീ കടത്തണോ. റബ്ബന വബഅസ് ഫീഹിം, ഈ അറബികളെ കൂട്ടത്തിൽ നീ ഒരു റസൂലിനെ കടത്തണോ. ആ റസൂലിന്റെ മദഹാണ് പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചൊന്നുകൊണ്ടുള്ളത്. അഥവാ ഒരു ഭവന നിർമ്മാണമായാൽ പിന്നെ കഅബ ചെല്ലതൊരു ബൈത്താണ്, ഭവനാണ്. അത് നിർമ്മാണമായാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചൊന്നുകൊണ്ടുള്ളത്. വെറും ഒരു റസൂലിന്റെ കടത്തുകൊണ്ട് മാത്രമല്ല, ആ റസൂലിന്റെ വിശേഷത്തെ ചൊന്നുകൊണ്ടുണ്ട്. നിന്റെ ആയാത്ത് ഓതിക്കൊടുക്കണമെങ്കെത്ത റസൂൽ, ആൽമാരെ തസ്കിയത്ത് സംസ്കരണ ആക്കണമെങ്കെത്ത റസൂൽ, കിതാബങ്ക് പരിപാട്ടി കൊടുക്കണമെങ്കെത്ത, ഇങ്ങനെ കുറെ വിശേഷണങ്ങളാണ് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം ചൊന്നുകൊണ്ടുള്ളത്. ഒരു ഭവന നിർമ്മാണമായാൽ പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദ് ഓതിക്കൊണ്ടുണ്ടോ. സാധാരണ അവ കെട്ടിട്ടല്ല, ഭവന നിർമ്മാണമായാൽ പിന്നെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെല്ലാണ്ട് ആൾമാർക്ക് വർക്ക് പണ്ടില്ല അങ്ങനെ അവ ഒക്കുള്ളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹാക്കട ഇസ്ലാം കഅബാൻചുള്ള ഇത്രയും വലിയ മഹത്വമുള്ള ഭവന നിർമ്മാണാക്കിയൽ പിന്നെ കൂടെ എന്താക്കിക്കൊണ്ടും ചെന്ന് ദ്വാർന്നുകൊണ്ടുണ്ട് നല്ല ഒരു റസൂലിന്റെ കിടത്തണു ആ റസൂലിന്റെ വിശേഷണങ്ങൾ മഹത്വങ്ങൾ ഇതാണ് എന്ന് സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ അന ദഅവതു ഇന്നി ദഅവതു അബി ഇബ്രാഹിം, നാണ് ബാപ്പ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ദുആത്ത ഫലമാണ് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് വബിശാറത്തു ഈസാ, ഈസാ നബി അലൈഹി സ്വലാമുടെ സന്തോഷ വാർത്തയാണ് നാണ്. അഥവാ ഈസാ നബി അലൈഹി സ്വലാം ചൊന്നുറു വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, നാനിതാ ഒരു റസൂലിന്റെ ಬಗ್ಗೆ നിങ്ങൾക്ക് ചൊന്തന്നോണ്ടുള്ള അഥവാ പൂർവ്വവേദങ്ങളിലെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയം തൗറാത്തിലുണ്ട്, ഇഞ്ചീലിലുണ്ട്, സബൂറിലുണ്ട്, എല്ലാത്തിലുമുണ്ട്. അപ്പൊ കൂടെ ചൊന്നുകൊണ്ടുള്ള ഈസാ നബി അലൈഹി സ്വലാം നന്റെ ಬಗ್ಗೆ സന്തോഷ വാർത്ത പണ്ടേ ചൊന്നുറു. ഖുർആൻ ചൊല്ലു വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, നന്റിൽ പിന്നെ ഒരു നബി ഉണ്ട്, ആ നബിയുടെ പേര് അഹ്മദ് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചൊല്ലുകയാണ് ഞാൻ വന്നരേ, അത് ആ ദൗത്യമാണ് നന്റേത് ഈസാ നബി അലൈഹി സ്വലാം ചൊല്ലു. അപ്പൊ അങ്ങനെ രണ്ടാണ്. മൂന്നാമത് ഉമ്മി അല്ലതി റഅത്, നന്റെ ഉമ്മ കണ്ടെങ്കത്തെ സ്വപ്നമാണ് നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കിടാട്ടി മുന്നോലെ സ്വപ്നം കാണ്ട് അതുപോലെ വെളിച്ചം കാണ്ട് പ്രസവിച്ചപ്പ ബുസ്ര പട്ടണം ബഹുമാനപ്പെട്ട ആമിന റളിയല്ലാഹു അൻഹ എത്രമോ കിലോമീറ്റർ ദൂരത്തുള്ളത് കാണ്ട് അങ്ങനെ ജനന സമയത്ത് കുറെ അത്ഭുതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ജനന സമയത്തുണ്ടായിട്ടാണ്. അതാണ് പിന്നെ സയ്യിദുനാ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ മദഹക്കട്ടാണ് കേൾക്കുന്നത്. അങ്ങനെ മദഹാക്കി പാടിയ ബൈത്താണ് വ അൻത ലമ്മാ ഉലിത്ത അശ്റഖത്തിൽ അർളു വളാഅത് ബിനൂരിക്കൽ ഉഫ്, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജനിച്ചപ്പ ഭൂമി മൊത്തം വെളിച്ചൈത്ത്, ചക്രവാളങ്ങൾ മൊത്തം നിങ്ങളെ വെളിച്ചം കൊണ്ട് വെളിച്ചൈത്ത് ഉണ്ട്. സയ്യിദുനാ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെന്നപ്പ നിങ്ങളെ ബായിക ഒരു മുസീബത്തും വരണ്ടാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ദുആർക്കട് ഫനഹ്നു ഫീ ദാകൽ ലിയാഇ വഫിൻ നൂരി വസുബുലുർ റഷാ നഖ്തരിഖ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനന സമയത്ത് ധാരാളം അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചുകൊണ്ടുള്ളത്. ആമിന റളിയല്ലാഹു അൻഹ വെളിച്ചം കണ്ടെത്ത് ആ വെളിച്ചത്തിലൂടെ ഷാമിലുള്ള അരമനകളെല്ലാം ഷാമിലുള്ള ബിൽഡിംഗ് ബഹുമാനപ്പെട്ട ആമിന റളിയല്ലാഹു അൻഹ കണ്ടെത്തിട്ടാണ് ചരിത്രം ചൊന്നുകൊണ്ടുള്ളത്. അപ്പൊ ഇക്കട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനന സമയത്ത് ധാരാളം അത്ഭുതങ്ങൾ ഉണ്ടായിട്ട് ജനിക്കുമ്പോ ആകാശത്ത് നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് മക്കത്തിൻ്റെ ഉള്ളെങ്കത്തെ മക്തബത്തു മക്കത്തിൽ മുകറമ, മക്കത്തെ ലൈബ്രറി നിങ്ങൾ നോക്കിയിരിക്കുക. ആ ലൈബ്രറിയുടെ ഉൾഗാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത് അവിടെയാണ്. അങ്ങനെ ആ ജനിക്കുന്ന സമയത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുയുടെ ഉമ്മ ഷിഫാഉൻ ചൊല്ല പെണ്ണിങ്ങാണ് പ്രസവ നോക്കുകയെല്ലാം അവിടെ വന്നരെ. അയിമ ചൊല്ലു മശ്രിഖ് മഗ്രിബിയുടെ ഇടയിലുള്ളത് നക്ക് ബെൽച്ചൈത്ത് ഇതൊന്നൊരു കിടാവാണ് എന്നിട്ട് ബഹുമാനപ്പെട്ട ഷിഫാ റളിയല്ലാഹു അൻഹ വിശദീകരിച്ചുകൊണ്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണ്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോ അബ്ദുൽ മുത്തലിബ് അവിടെയില്ല, ബാപ്പ വഫാത്തായിരല്ലേ, അബ്ദുൽ മുത്തലിബ് അവിടെയില്ല. അബ്ദുൽ മുത്തലിബ് കഅബാലയത്തെ മുട്ടുകൊണ്ടു അയാൾ ഓടി വന്നിട്ട് ഈ കിടാവുടെ എടുക്കട്, ആ കിടാവ് ജനിച്ച ജാഗയാണ് ഞാൻ ചൊന്നേ ഇണ്ട് മക്കത്തെ ലൈബ്രറി ആയെങ്കത്തെ അതേ ജാഗ ഇണ്ട് ബന്ധാക്കി വെച്ചിറങ്ങ ഒരു 7-8 വർഷത്തിന് മുന്നിൽ അതിരെ ഉൾഗ പോകും ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഉൾഗ അതിരെ ഉൾഗ പിന്നെയും പോകാവില്ല. ലൈബ്രറിയുടെ ഉൾഗ പിന്നൊരു ജാഗയുണ്ട്, ആ ജാഗയുടെ ഉൾഗാണ് സ്പെഷ്യൽ അടയാളമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെമേ ജനിച്ചിനേൻ. പക്ഷെ അവിടെ ബോർഡിട്ട് വെച്ചിരാറ് ജനിച്ചക്ക് ഊടെ ജനിച്ചിനേൻ ചൊല്ലതുക്ക് തെളിവില്ലാൻ. 1400 വർഷത്തെ ചരിത്രം കിതാബുകളിലെല്ലാം ഇമാമിയങ്ങൾ എഴുതി വന്നത് അതേ ജാഗയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിരെ. പിൽക്കാലത്ത് അടുത്താണ് അതിരെ ലൈബ്രറി ആക്കി. ಅದಕ್ಕೆ മുന്നിൽ പള്ളിയായിട്ടിന്ത് ഹാറൂൺ റഷീദിന്റെ ഉമ്മ ഹജ്ജിക്ക് വന്നപ്പോൾ അതൊരു പള്ളിയാക്കിത്ത്. ഇങ്ങനെ വിശാലമായ ചരിത്രങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദു യമാനി ചൊല്ല ആളുകൾ അല്ലിമു ഔലാദക്കും മഹബ്ബത്ത റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ല നല്ല കിതാബുണ്ട്. അതിൽ 10ലേറെ പേജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചിര അതേ ജാഗയിൽ ഇട്ട് അയാൾ സമർത്ഥിക്കുക.
ഇക്കട്ട് ആ ഭാഗം ഞാൻ വിശദീകരിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പ അബ്ദുൽ മുത്തലിബ് ഓടി വന്നിട്ട് ഈ കിടാവിടെ എടുത്തുള്ള ചന്തമുള്ള കിടാവാണ്. കഅബാലയത്തെ മുട്ട എടുത്തുകൊണ്ട് ദുആർക്കിട്. അയാൾ ചൊല്ലു അൽഹംദുലില്ലാഹില്ലദീ അഅതാനി ഹദൽ ഗുലാമത് തയ്യിബൽ അർദാനി. ഇത് മൗലിദിലെല്ലാം കണ്ട് അൽഹംദുലില്ലാഹില്ലദീ അഅതാനി ഹദൽ ഗുലാമത് തയ്യിബൽ അർദാനി. എത്ര ചന്ത ഉള്ളെങ്കത്തെ കിടാവിടെ അല്ലാഹു നക്ക് തന്ന അൽഹംദുലില്ലാ പഠിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടുണ്ട് അബ്ദുൽ മുത്തലിബ്. അൽഹംദുലില്ലാഹില്ലദീ അഅതാനി ഹദൽ ഗുലാമത് തയ്യിബൽ അർദാനി. അങ്ങനെ തുടങ്ങി കുറേ ദുആ. വഈദുഹു മിൻ ശർരി ദീ ശൻആനി അൻതല്ലദീ സുമ്മീത ഫിൽ ഖുർആനി. നിങ്ങ പൂർവവേദങ്ങളിൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ പേര് പറയപ്പെട്ട ആളാണെന്ന് ചൊന്നിട്ടു ജനിച്ച ഉടനെ കഅബാലയത്തെ മുന്നിൽ കൊണ്ടുപോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദഹാക്കിക്കൊണ്ടുണ്ട് അബ്ദുൽ മുത്തലിബ്. ആ ചെറിയ കിടാവിടെ ആകാശത്ത് ഇങ്ങനെ പിടിച്ചെങ്കുമൈ മേഘത്ത് കൊന്തായോണ്ട് ഇന്ന് മോടത്ത് തന്നി കൊടുക്കണോണ്ട് മലയില്ലാത്ത സമയത്ത് ക്ഷാമമുള്ള സമയത്ത് അബൂ താലിബ് എന്താക്കിയോണ്ട് ഇന്ന് ചൊന്നെങ്കിൽ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലിങ്ങനെ കാട്ടുമ്പോ മുഖം കണ്ടപാടെ മോടത്ത് കൊന്താവോട് മല കൊടുക്കണോ, ആ നേതാവ് നടക്കുമ്പോ മോടത്ത് കൊന്താവോട് തണലിടണോ. വഅബിയാദ യുസ്തസ്ഖൽ ഗമാമു ലിവജ്ഹിഹി തിമാലുൽ യതാമാ ഇസ്മത്തുൽ ലിൽ അറാമിലി. അബൂ താലിബ് പാടിയ പാട്ടാണ്. വഅബിയാദ് ഇതെത്ര ചന്തത്തെ കിടാവാണ്. ഈ കിടാവുടെ മുഖം കണ്ടെങ്കുമ്പോ ഈ മേഘത്ത് മല കൊടുക്കണോണ്ട് കൊന്താവോളൂ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് വന്നപ്പോ ചൊന്നുകൊണ്ടിന്ത് നന്റെ അബൂ താലിബ് പാടിയെങ്കത്തെ പാട്ട് പാടുറങ്ങാറ് ഒന്ന് പാടുറവും ചൊന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹാണ് അബൂ താലിബ് പാടിറ്റിന്. അങ്ങനെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുമ്പോ ധാരാളം അത്ഭുതങ്ങൾ ഉണ്ടാവുള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനന സമയത്തെ അത്ഭുതങ്ങൾ ധാരാളമാണ്. ഇമാമിങ്ങൾ ചെമ്മ നമുക്കത് പരിപാടി തന്നറാറ്. ബഹുമാനപ്പെട്ട അഹ്മദു ഷൗഖീൻ ചൊല്ലെങ്കത്തെ ഈജിപ്തിലെ പ്രസിദ്ധനായ കവി, അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങൾ അതിൽ പിന്നത്തെ വിഷയങ്ങൾ സുമാർ 45ഓളം ബൈത്തിൽ വിശദീകരിക്കുന്നത്. അയാൾ ചൊന്ന ഒരു ബൈത്താണ് ഉലിദൽ ഹുദാ ഫൽ കായിനാതു ളിയാഉൻ വഫമുസ് സമാനി തബസ്സുമും വസനാവു. ഇയാളെ ഈ ബൈത്ത് ഭയങ്കര സ്വീകാര്യതയാണ് കിട്ടിയത്. ലോകത്ത് കോടിക്കണക്കിൽ ആൾമാരിന്നെങ്കിലും ഈ ബൈത്ത് റബിയുൽ അവ്വൽ തുടക്കം പറയുമ്പോ അങ്ങെല്ലാം ഈ ബൈത്ത് ചെല്ലാറ്. അതിൽ ചൊന്നത് എന്താണ്? ഉലിദൽ ഹുദാ സന്മാർഗ ദീപമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ട്. അഹ്മദു ഷൗഖീൻ ചൊന്നെങ്കിൽ ഈജിപ്തിലെ പ്രസിദ്ധനായ കവിയാണ്. അമീറു സ്വാറാൻ ചൊല്ല പേരിൽ അറിയപ്പെട്ടെങ്കിൽ ആളാണ്. അടുത്ത കാലക്കാരനാണ് അയാള്. ഈ ഉലിദൽ ഹുദാ മാത്രമല്ല കുറെ ബൈത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹാക്കിയിട്ട് ഉണ്ടാക്കരുത്. ഖസീദത്തുൽ ബുർദയില്ലേ, ആ ഖസീദത്തുൽ ബുർദത്തിൽ ചൊന്ന അതേ വിഷയങ്ങൾ വേറെ രൂപത്തിൽ അയാൾ ബൈത്താക്കണം. നഹ്ജുൽ ബുർദ ഉണ്ട് അതിന്റെ പേര്. ബുർദത്തെ അതേ തെരുളു 100 ചില്ലാറ ഗെറവുള്ളെങ്കത്തെ നഹ്ജുൽ ബുർദ. റീമുൻ അലൽ അർളി ബൈനൽ ബാനി വൽ അലമി അഹല്ല സഫ്ക ദമി ഫിൽ അശ്ഹുരിൽ ഹുറുമീൻ ചൊന്നിട്ടു ബുസൂരി ഇമാം ഖസീദത്തുൽ ബുർദ തുടങ്ങണ എങ്ങനെ? അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജ്ത ദംഅൻ ജറാ മിൻ മുഖ്ലതിൻ ബിദമി. അങ്ങനെയാണ് അതേ ആശയത്തെ വേറെ ഒരു ഗെരൽ. അപ്പൊ ബൂസീരി ഇമാം 160 ഗെര ഏത് ആശയങ്ങൾ ചൊന്നറ എല്ലാ ആശയങ്ങളും ഇയാളെ ബൈത്തിൽ ഉണ്ട്. പക്ഷെ ബൈത്ത് മാത്രം ചേഞ്ച് ചെയ്യും ബുർദത്തെ പോലെമേ. അതിന്റെ പേര് നഹ്ജുൽ ബുർദ. അപ്പൊ ഇയാൾ തുടങ്ങണേ റീമുൻ അലൽ അർളി ബൈനൽ ബാനി വൽ അലമി അഹല്ല സഫ്ക ദമി ഫിൽ അശ്ഹുരിൽ ഹുറുമി. അങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ ചെല്ലുമ്പോ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു ചൊന്ന ബൈത്താണ് فإن لي ذمة منه بتسميتي محمدا وهو أوفى الخلق بالذمم فإن لي ذمة منه بتسميتي. നക്ക് ഏറ്റവും വലിയൊരു നിരീക്ഷയുണ്ട്. എന്തിനെ കൊണ്ടുണ്ട? നന്റെ പേര് മുഹമ്മദാണ്. മുഹമ്മദാണ് ബുസീരി ഇമാമിന്റെ പേര് എങ്ങനെ? മുഹമ്മദ്. അപ്പൊ നക്ക് കുറെ അമലെന്തും ഇല്ല, ഞാൻ ചെമ്മെന്തും ആക്കിയിട്ടില്ല. പക്ഷെ നക്ക് ഏറ്റവും വലിയൊരു നിരീക്ഷ എന്തിനെന്ന് ചൊന്നെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് നക്കുണ്ടല്ലേ, അത് മെയ്യാവും ചൊന്നിട്ട് അയാളെ നിരീക്ഷ. ഫഇന്ന ലീ ദിമ്മതൻ മിൻഹു ബിതസ്മിയതി മുഹമ്മദൻ വഹുവ ഔഫൽ ഖൽഖി ബിദ്ദിമമി. അതേ ബൈത്രെ ഇയാൾ അഹ്മദ്, ഇയാളുടെ പേര് അഹ്മദ് ഉണ്ടാണ്. അഹ്മദിൻ ചൊല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. ഇയാൾ ചൊന്തു യാ അഹ്മദൽ ഖൈരി ലീ ജാഹും ബിതസ്മിയതി വകൈഫ ലാ യതസാമാ ബിർറസൂലി സമീ. നക്കിദ അഹ്മദ് ചൊല്ല പേരുണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് വെച്ചാൽ എങ്ങനെ പരാജയപ്പെട്ടു പോകുകൊണ്ടാണ് അയാൾ ആ നഹ്ജുൽ ബുർദത്തിൽ കേൾക്കടെ. വൈകട്ട് ഉലിദൽ ഹുദാ ഫൽ കായിനാതു ളിയാഉൻ
വഫമുസ്സമാനി തബസ്സുമും വസനാഉ സന്മാർഗദീപമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചിട്ട് അങ്ങനെ ജനിക്കും പുഞ്ചിരിയാണ് എല്ലാവരും പുകഴ്ത്തിക്കൊണ്ടുള്ള എല്ലാവരും പോതിക്കൊണ്ടുള്ള الروح والملأ الملائك حوله للدين والدنيا به بشراء والعرش يزهو والحظيرة تزدهي والمنتهى والسدرة الأسماء محمد നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോൾ മലായിക്കത്തുക വലിയ സന്തോഷമാണ്, ദുനിയാത്തുക വലിയ സന്തോഷമാണ്. അർശ് പവർ ചെന്നുകൊണ്ടുണ്ടു, സിദ്റത്തുൽ മുൻതഹ അതുപോലെ എല്ലാം ലോകത്ത് പടച്ചോൻ പടച്ച എന്തെല്ലാം ഉണ്ട് അതുകൊണ്ട് വലിയ സന്തോഷമാണ്. ബിക ബശറല്ലാഹു السماء فزينت وتضوعت مسكا بك الابراء നിങ്ങളെ കൊണ്ട് ആകാശത്ത് സൗന്ദര്യം കിട്ടിത്ത് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൊണ്ട് മറുഭൂമിക്ക് വലിയ പ്രകാശം ഉണ്ടായിട്ട് അയാൾ ചൊല്ലു. നിഅമൽ യതീമു ബദത് മഖായിലു ഫദ്ലിഹി വൽയുത്മു റിസ്ഖുൻ ബഅദുഹു വദകാഉ നിങ്ങൾ യതീമാണ്, ലോകത്തെ ഏറ്റവും നല്ല സുന്ദരനായ സമ്പൂർണനായ മഹത്വമുള്ള യതീമാറുണ്ട് കേട്ടെങ്കിൽ അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അങ്ങനെ കുറേ വിഷയങ്ങൾ ചൊല്ലു. ഇതിലെ ഓരോ ഗരകൾ വിശദീകരിക്കണമെങ്കിൽ ഒരു നാൾ ക്ലാസ് എടുക്കണോ. അമ്മൽ ജമാലു ഫഅൻത ശംസു സമാഇഹി വമലാഹതു സിദ്ദീഖി മിൻക ഇബാഉ അമ്മൽ ജമാലു ഫഅൻത ശംസു സമാഇഹി വമലാഹതു സിദ്ദീഖി മിൻക അയാഉ സൗന്ദര്യമുണ്ടല്ലേ, ആ സൗന്ദര്യത്തെ ആകാശത്തെ സൂര്യനാണ് നിങ്ങൾ. സൗന്ദര്യം ആ സൗന്ദര്യത്തെ ആകാശമായി സങ്കല്പിച്ചെങ്കിൽ ആ ആകാശത്തിലുള്ള സൂര്യനാണ് നിങ്ങൾ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. وإذا رحمت فأنت أم أو أبو هذان في الدنيا هم الرحماء നിങ്ങൾ ഏറ്റവും വലിയ കരുണയാക്കണക്കെത്ത ആളാണ് അല്ലേ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ ലോകത്തിന് മൊത്തം കരുണയായി നിയോഗിക്കപ്പെട്ട ആളാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ കരുണയാക്കുമ്പോ നിങ്ങൾ ഉമ്മമാ അല്ല നിങ്ങൾ ബാപ്പമാ നങ്ങ ചൊല്ലു വിശദീകരിക്കുക. കാരണം ഹദാനി ഫിദ് ദുനിയാഹുമർ റുഹമാഉ നന്റെ ബാപ്പ നന്റെ ഉമ്മ കരുണയാക്കടെ ദുനിയാവുൽ മാത്രാണ്. നന്റെ ബാപ്പക്ക് നക്ക് കരുണയാക്കുക അവളു എവിടെ ദുനിയാവുൽ മാത്രം, ഉമ്മ നക്ക് കരുണയാക്കട് ദുനിയാവുൽ മാത്രം. മഹ്ശറത്തിൽ നന്റെ ഉമ്മക്ക് നന്റെ ബച്ചാവാക്കുകയില്ലേ, നന്റെ ബാപ്പക്ക് നന്റെ ബച്ചാവാക്കുകയില്ലേ, അവിടെ ശഫാഅത്ത് കൊണ്ട് നന്റെ ബച്ചാവാക്കരുത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ ബാപ്പമാ നിങ്ങൾ ഉമ്മമാണ്ട് നിങ്ങൾ മയ്യാവല നിങ്ങൾ അതിരാട്ടി അപ്പുറമാണ്. അതാണ് മങ്കൂസ് മൗലിദിൽ ചെന്ന് അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബാപ്പല്ലും ഒരു ഉമ്മല്ലും നിങ്ങളെ ഗുണങ്ങൾ നിങ്ങൾക്ക് കാണുകയേ ആയിട്ടില്ല, അത്രയും വലിയ മഹത്വമുള്ളെങ്കെത്ത ആളാണ്. വഇദാ ബനൈത ഫഖൈറു സൗജിൻ ഇശ്റതൻ വഇദാ ബതനൈത ഫദൂനകൽ ആബാഉ നിങ്ങ ഭാര്യ ഭർത്തൃ സംബന്ധം നോക്കുമ്പോൾ ലോകത്തെ ഏറ്റവും നല്ല ദാമ്പത്യ ജീവിതം നയിച്ച ആള് നിങ്ങളാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ലോകത്തെ ഏറ്റവും നല്ല ഭർത്താവാണ്. നിങ്ങ മക്കളെ നോക്കുമ്പോൾ ലോകത്തെ ഏറ്റവും നല്ല ബാപ്പ ആരുണ്ട് കേട്ടെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. വഇദാ അഖദ്തൽ അഹ്ദ ഔ അഅതൈതഹു ഫജമീഉ അഹ്ദിക ദിമ്മത്തും വഫാഉ നിങ്ങൾ ആർക്കെങ്കിലും കരാറാക്കിയാറുണ്ടായെങ്കിൽ ഏറ്റവും കൂടുതൽ കരാർ പാലിക്കണമെങ്കെത്ത നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇദാ മശൈത ഇലൽ ഇദാ ഫഗളംഫറുൻ വഇദാ ജറൈത ഫഇന്നക നക്ബാഉ നിങ്ങൾ ശത്രുക്കളെ മുട്ട നടന്നാറുണ്ടായെങ്കിൽ നിങ്ങൾ ഏറ്റവും പേടിക്കപ്പെടുന്നെങ്കെത്ത സിംഹമാണ്. നിങ്ങളെ കണ്ടെങ്കിൽ ശത്രുക്കൾ പേടിച്ചു പോകും. അങ്ങനെ അയാള് എത്രമോ ബൈത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെന്നുകൊണ്ടുണ്ട്. ഇവിടെ ഞാൻ ചെന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുമ്പോൾ ഉലിദൽ ഹുദാ ഫൽ കായിനാതു ദിയാഉൻ വഫമുസ് സമാനി തബസ്സുമും വസനാഉ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികൾ ലോകത്തുള്ള മുഴുവൻ ആൾമാർ അതിൽ ജീവനുള്ളതും ജീവനില്ലാത്തതും എല്ലാവരും സന്തോഷിച്ചാറ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പ മുല കൊടുത്തത് ബഹുമാനപ്പെട്ട ഉമ്മുഹു ആമിനത്തു റളിയല്ലാഹു അൻഹ. ഉമ്മ കുറച്ച് നാൾ മുല കൊടുത്തുണ്ടാണ്. ആ ഉമ്മ 3 നാൾ മുല കൊടുത്തുണ്ടുണ്ടു അല്ല 9 നാൾ മുല കൊടുത്തുണ്ട്. അങ്ങനെ വിവിധ ചരിത്രങ്ങളുണ്ട്. ആ കിടാവ് മുല കൊടുത്ത പിന്നൊരു ആളാണ് സുവൈബത്തുൽ അസ്ലമിയാൻ ചൊല്ലെങ്കെത്ത പെണ്ണ് റളിയല്ലാഹു അൻഹ. സുവൈബത്തുൽ അസ്ലമിയാൻ ചൊന്നെങ്കിൽ അബൂലഹബ് മോചിപ്പിച്ചെങ്കെത്ത അടിമപ്പെണ്ണാണ്. എന്തിനാണ് അബൂലഹബ് മോചിപ്പിച്ചെന്ന് ചൊന്നെങ്കിൽ അബൂലഹബ് നരകത്തിലാണ് അല്ലെ, തബ്ബത്ത് യദാ അബീ ലഹബ്. ആ അബൂലഹബിന്റെ ഒട്ടിയെ ഈ അടിമപ്പെണ്ണ് പോയി ഓടിപ്പോയിട്ട് ചെല്ല് നിങ്ങളെ സഹോദരനില്ലേ വഫാത്തായി പോയ അബ്ദുള്ള
അയാൾക്ക് ഒരു കിടാവ് ജനിച്ചുള്ള സന്തോഷ വാർത്ത ചെന്നപ്പ ആ കൊസി സൈക്കോതീറാണ്ട് സന്തോഷ വാർത്ത ചൊല്ലുക വന്നെങ്കിത്തെ പെണ്ണുരട്ടിക്ക് ചൊല്ലു, ഇനി നീ നിന്റെ സ്വർത്രവളല്ല, നീ നിന്റെ ഗുലാമ പെണ്ണല്ല, നിന്റെ ഞാൻ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച്. എല്ലാ കിതാബിലും ഇമാമിയങ്ങൾ വിശദീകരിക്കാറ് അബൂലഹബ് നരകത്തിലാണെങ്കിലും ഈ ഒരു സന്തോഷ പ്രകൃതിയിലാണെങ്കിലും എല്ലാ തിങ്കളാഴ്ച അയാളെ ബെറലിന്റെ ഉൾഗത്തെ എടടെ തെല്ല് തന്നെ അയാൾക്ക് ഒരു ചെറിയ ആശ്വാസം, നരകത്തെ ഉൾഗ പോലും ചെറിയ ആശ്വാസം അയാൾക്ക് കിട്ടു. ഈ കിതാബിൽ ചൊല്ലു. ഇത് ഇമാം ഖസ്തല്ലാനി റഹിമഹുല്ലാ എഴുതിയെങ്കത്തെ അൽ മവാഹിബുൽ ലദുന്നിയ ബിൽ മിനഹിൽ മുഹമ്മദിയാൻ ചൊല്ല ലോക പ്രസിദ്ധമായ കിതാബ്. അതിക്ക് ഇമാം സുർഖാനി റഹിമഹുല്ല ഷറഹിൽ വിശാലമായ ഷർ ഈ കിതാബിലും ചൊല്ലു, എല്ലാ കിതാബിലും ചൊല്ലു. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അടക്കം അത് വിശദീകരിക്കട്. അബൂ ലഹബുൻ ചൊല്ല ആളുകൾ അന്ത്യനാൾ വരെ ശാപ്പയിട്ടുള്ളാർ ലോകത്താൽമാർ എല്ലാവരും. എങ്കിലും നരകത്തിൽ പോകേണ്ട അബൂ ലഹബ് തിങ്കളാഴ്ച ഒരു സന്തോഷം കിട്ടുള്ള കാരണം സുവൈബത്തുൽ അസ്ലമിയാൻ ചൊല്ല പെണ്ണ് നിങ്ങളെ സഹോദരൻ അബ്ദുല്ലാഹ് ഒരു കിടാവ് ഉണ്ടായിരുന്നു വന്ന് ചെന്തല്ലേ, ആ സന്തോഷം കൊണ്ട് മോചിപ്പിച്ച കാരണം അബൂ ലഹബ് ഏറ്റവും വലിയ മഹത്വം കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ സുവൈബത്തുൽ അസ്ലമിയ മുല കൊടുക്കൂ. പിന്നെ മുല കൊടുക്കൂ ഭാഗ്യം കിട്ടിയ പെണ്ണാണ് സയ്യിദത്തുന ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ. പിന്നെ ബനു സഅദിൽ വേറൊരു പെണ്ണ് മുല കൊടുത്തും ചൊല്ലാറ്. ഉമ്മു ഫർവാൻ ചൊല്ല പെണ്ണ് മുല കൊടുത്തതുണ്ടു. ബനു സുലൈമുൽ 3 പെണ്ണുങ്ങൾ മുല കൊടുത്തത് കുറച്ച് സമയം. അങ്ങനെ അറബ് ലോകത്തൊരു സമ്പ്രദായമായിട്ടിന്തത് വേറെ വേറെ ആൾമാർ മുല കൊടുക്കുക എടുത്തു പോയോണ്ടിന്നാറ്. അങ്ങനെല്ലാം സൗഭാഗ്യവന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുല കൊടുത്ത എല്ലാ പെണ്ണുങ്ങൾ ഇസ്ലാമിൽ ബന്ധരാറുണ്ട് ഒരു ചരിത്രം ചൊല്ലു. ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയാണ് ഇതിൽ ഏറ്റവും വലിയ സൗഭാഗ്യം കിട്ടിയെങ്കത്തെ പെണ്ണ്. ഫാസത്ത് ഹലീമത്തു മിൻ റളാഇ മുഹമ്മദി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുല കൊടുക്കുക ഭാഗ്യം കിട്ടിയ കാരണത്താൽ ബഹുമാനപ്പെട്ട ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ വിജയിച്ചു വയ്ത്തുണ്ടാണ് മഹാന്മാർ ചൊന്നുകൊണ്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ആ സമയത്ത് സന്തോഷ പ്രകടാക്കിയത് അബൂ ലഹബാണ്. ആ അബൂ ലഹബ് സന്തോഷം കിട്ടിയിട്ട് അപ്പോൾ അവിശ്വാസിയായ ആളുകൾ അങ്ങനെ സന്തോഷം കിട്ടിയെങ്കിൽ ഇമാമിയങ്ങൾ ചൊല്ലാറ് ജീവിതം മൊത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ട് നടക്കണമെങ്കിൽ ആളുകൾ സന്തോഷം കിട്ടലാൻ ചൊല്ലത് എങ്ങനെയാണ്? കിട്ടത് ഉറപ്പാണ്. വലാസാല അഹ്ലുൽ ഇസ്ലാമി يحتفلون بشهر مولده عليه الصلاة والسلام ويعملون الولائم ويتصدقون في لياليه بأنواع الصدقة ويوهرون السرور ويزيدون في المبرات ويعتنون بقراءة مولده الكريم ويظهر عليهم من بركاته كل فضل عميم. وهما نبت ഇമാം അൽ ഖസ്തല്ലാനി റഹിമഹുല്ലാ ഹിജ്റ 923 വഫാത്തായ ആളാണ്. എത്ര വഫാത്തായിടെ? ഹിജ്റ 923. മൗലിദാക്കു തീറ മദഹാക്കു തീറാൻ ചൊന്നവണു ജനിച്ചത് 1115 ആണ്. അയാൾ ജനിച്ചത് സൗദിയിലെ റിയാദിൽ ജനിച്ചത് 1115 ഹിജ്റ. അയാൾ മരിക്കടെ 1206. അയാൾ ജനിക്കടാട്ടി വർഷങ്ങൾക്ക് മുന്നിൽ വഫാത്തായി പോയ ആളാണ് ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഇമാം. ഈ ഇമാം ചൊന്നുകൊണ്ടുണ്ടു വലാ സാല അഹ്ലുൽ ഇസ്ലാം, ലോകത്തുള്ള ഇസ്ലാമുടെ ആൾമാർ എവിടെയെല്ലാം ഉള്ളാറ മുസ്ലിമീങ്ങൾ മൊത്തം റബീഉൽ അവ്വൽ തിങ്കൾ വരുമ്പോ അങ്ങ് ആഘോഷിച്ചുകൊണ്ടുള്ളാറ്, അങ്ങ് ഭക്ഷണങ്ങൾ സ്വതക്ക കൊടുത്തുകൊണ്ടുള്ളാറ്, സന്തോഷ പ്രകടനാക്കിക്കൊണ്ടുള്ളാറ്, അതിരെ ബറക്കത്ത് അങ്ങ് കിട്ടിയോണ്ടുകൊണ്ട് ഇങ്ങ ജനിക്കടാറ്റി മുന്നിൽ വഫാത്തായി പോയ ഇമാമിയങ്ങൾ കിതാബിൽ എഴുതി വെച്ചാറ്. ഇക്കട്ട് ബഹുമാനപ്പെട്ട ഇമാമിയങ്ങൾ ചെന്നാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുല കൊടുക്കുക വിളിച്ചു പോണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുല കൊടുക്കുകയാണ് വിളിച്ചു പോണ്ട്. അങ്ങനെ പോകുമ്പോ ഈ കിടാവുടെ ഇനി മുല കൊടുത്തെങ്കത്തൊരു സംഭവമുണ്ട്. അത് ഏറ്റെടുത്തത് ബഹുമാനപ്പെട്ട ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയാണ്. എല്ലാവരും ഏറ്റെടുക്കുക മുന്നൽ കൊണ്ടാറുണ്ടാണ്. അപ്പോഴാണ് ബനു സഅദിരെ മക്കത്ത് കുറെ ആൾമാർ യാത്ര വേണ്ടേ എന്തിക്ക് മുല കൊടുക്കൂ മക്ക ഉള്ളാറാ ഇന്നെങ്ക എടുത്ത പോവാ അങ്ങ് പൈസ കിട്ടു പാവപ്പെട്ട ആൾമാറാണ്. അങ്ങനെ കുറെ ആൾ മക്കത്ത് വന്നപ്പ കുറെ മക്ക അവിടെ ഉള്ളാറ്. എല്ലാരും പോയിട്ട് ഓരോ കിടാവിടെ എടുത്തോണ്ടാറ്. നല്ല നല്ല പൈസക്കാരെ കിടാവിടെ എടുത്താറ്. എന്തേ നല്ല നല്ല പൈസ കിട്ടണു. അങ്ങനെ നോക്കുമ്പോ ലാസ്റ്റ് ഒരു കിടാവ് ബാക്കിയാണ്. എല്ലാവരും ചൊല്ലാറ് ഇതൊരു യതീമായ കിടാവു. ഈ കിടാവിടെ എടുത്തെങ്കിൽ എന്തിനെ കിട്ടാലേ? പൈസ കിട്ടാലെ. അതുകൊണ്ട് ആൾമാർ എടുക്കുക ദൂരായാൽ. അപ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹായുടെ ഒരു മഹത്വം നോക്കൂ. അയിമയുടെ പേര് സഅദിയ, വിജയിച്ചെങ്കത്തെ പെണ്ണാണ്, ബനു സഅദിന്റെ പെണ്ണാണ്. അയിമയുടെ ഖബർ ജന്നത്തുൽ ബഖീൽ എന്ന് ചൊല്ലാറ്. വഇദാ സഖറൽ ഇലാഹു ലി ഉനാസിൻ,
കുറെ ഹൈറായ ആൾമാർ ഹലീമത്തു സഅദിയയുടെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അയിമ ഇസ്ലാമുക്ക് വന്ന് അയിമയുടെ മക്ക ഇസ്ലാമുക്ക് വന്നാറും ചരിത്രം ചൊല്ലു. ബഹുമാനപ്പെട്ട ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ ആ ഉമ്മ ചെല്ല് നങ്ങ മക്കത്തുക്ക് പോയാ നാണ് കുറെ പെണ്ണുങ്ങ ഇന്നാറ് ബനു സഅദ് ഇബ്നു ബക്കറെ കുറെ പെണ്ണുങ്ങ നങ്ങ മക്കത്തുക്ക് പോയാ. എന്തിനാണ് മക്കത്തുക്ക് പോണ്ടേ? ക്ഷാമം പിടിച്ച വർഷാണ്. ക്ഷാമം പിടിച്ച വർഷ തിന്നുക എന്തും ഇല്ല. ഈ മക്കൾക്ക് മുല കൊടുത്തെങ്കിൽ നല്ല പൈസ കിട്ടൂ. ബനു സഅദ് എവിടെ? ഇമ്പിടാറ് ബനു സഅദ് 700 കിലോമീറ്റർ അപ്പുറം പോകണു. ബനു സഅദ് ഞങ്ങൾ പോയില്ല. ബനു സഅദ് ആ ബനു സഅദ് പോകുമ്പോൾ ഇതിൻ്റെ കുറേ അവശിഷ്ടങ്ങൾ കണ്ട് ഞാൻ അവിടെ എല്ലാം തേടിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഞ്ചരിച്ച മണ്ണേതായിട്ടിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറിയ കുട്ടിപ്രായ 4 വർഷം ഓടിക്കളിച്ചെങ്കെത്ത മണ്ണാണ്. ആ മണ്ണ് മിത്തും ഉണ്ട ശക്തി ഇന്നരെങ്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെറിയ കിടാവുടെ പ്രായത്ത് ഓടി നടന്നെങ്കെത്ത സംഭവങ്ങളെല്ലാം എൻ്റെ കാതിലെ ചുന്തറത്ത് ലോകത്ത് വളരെ മഹത്വമുള്ള സമൃദ്ധമായ മണ്ണായിട്ടിക്കൂ ബനു സഅദ് മണ്ണ്. എന്തുകൊണ്ടു? 4 വർഷം ആ കിടാവ് അഞ്ഞെല്ലാം പോയിട്ട് അവിടെ ഈ കിടാവുടെ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഹാർട്ട് കീറിറങ്ങിയത്തെ സംഭവം നടക്കുന്നത് ബനു സഅദിലാണ്. മലായിക്കത്ത് വന്നിട്ട് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരും എടുക്കുക കൂട്ടാക്കിക്കൊണ്ടില്ല. അപ്പോഴാണ് ഹലീമത്തു സഅദിയ ചൊല്ലെ നങ്ങും മക്കത്ത് പോയ നന്റെ ഒരു കത്തെ നന്റൊട്ടി ഒരു ചെറിയ കിടാവുണ്ട് അബ്ദുല്ലാൻറ്റുള്ള കിടാവ്. ആ കിടാവ് കുടിക്കോ നന്റെ മുലൽ പാലില്ല. ക്ഷാമം പിടിച്ച ടൈമാണ്. നന്റൊട്ടിಗೆ എനിക്കോ തീരാത്തെങ്കത്തൊരു കത്ത ഉണ്ടു. ഷാരിഫില്ലന വയസ്സായ എങ്കത്തൊരു വണ്ടയും ഉണ്ടു. നന്റെ ഭർത്താവും വന്നറ് നങ്ങ പോയ ഒരൽപ്പം ഒരു തുള്ളി പാല് പോലും ഞങ്ങൾക്ക് കിട്ടിയോണ്ടില്ലാണ്ട അയിമ ചൊന്നുകൊണ്ടുള്ളേ. അങ്ങനെ അണ്ട് ഞങ്ങൾക്ക് ഉറങ്ങുകയായോണ്ടില്ല. ഞങ്ങൾ കിടാവ് ഉറങ്ങില്ലേ അല്ലേ? കിടാവ് ഭക്ഷണം കൊടുത്തെങ്കല്ലേ കിടാവ് ഉറങ്ങടെ. കിടാവ് ഭക്ഷണത്തിന് പാലില്ല, ഒന്നുമില്ല. നന്റെ മുലലും എന്തുമില്ല, ഞങ്ങളെ ഒണ്ടലൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ മക്കത്ത് പോയി നോക്കുമ്പോൾ അവിടെ കുറേ മക്കൾ എല്ലാവരും എടുത്തു പോയാറ്. എല്ലാവർക്കും ഈ കിടാവിടെ കാട്ടിത്ത് ഭയങ്കര ചന്തത്തെ കിടാവാണ്. പക്ഷെ അങ്ങക്ക് നസീബില്ല. അങ്ങ ഇതിരെ നോക്കിയാറ് പൈസ കിട്ടുവാൻ ചൊല്ല പേടിയാണ്. അപ്പോഴാണ് എല്ലാവരും ചൊല്ല ആ കിടാവിടെ എടുക്കണ്ട, അത് യതീമും മിനൽ അബ്, കിടാവ് ബാപ്പ ഇല്ല എന്ന് ചെന്നപ്പ വേറെ കിടാവിടെ എടുത്തു പോയാറ്. ഫലമ്മാലം അജിദ് ഗൈറഹു, ഇപ്പൊ നക്കൊരു കിടാവും കിട്ടിയിട്ടില്ല, ഈ കിടാവ് മാത്രാണുള്ളേ. നന്റെ ഭർത്താവിനൊട്ടിಗೆ ഞാൻ ചൊന്നെ വല്ലാഹി ഇന്നി ലഅക്റഹു അൻ അർജിഅ മിൻ ബൈനി സ്വഹാബി ലൈസ മഈ റദിയുൻ. എല്ലാവരും മക്കൾ എടുത്തു പോയാറ്. ഞാൻ അങ്ങനെ പോണ്ടേ? അതുകൊണ്ട് ഒരു കിടാവിടെ നക്കെടുക്കണു. അതുകൊണ്ട് ആ യതീമായ കിടാവിടെ പോയിട്ട് ഞാൻ എടുക്കടാൻ ചൊന്നപ്പ അങ്ങനെ ഞാൻ പോയി നോക്കുമ്പോ നല്ല ഒരു വസ്ത്രത്തിൽ ആ കിടാവിടെ മൂടിയിട്ട് ഇങ്ങനെ കെടുത്തിരാറ്. അബിയലുമിനൽ ലബൻ അതിന് വിശദീകരിക്കരുത്. അത് നല്ല പാൽഡാട്ടി വെളിച്ചുള്ളെങ്കത്തെ കിടാവാണ്. ഈ പെണ്ണിങ് ആ കിടാവിടെ മുട്ട പോയിട്ടേ ഇല്ല. ബാക്കി പെണ്ണിങ് ചൊന്നെങ്കിൽ അങ്ങ് വേറെ കിടാവിടെ എല്ലാം വലിയ വലിയ പൈസങ്ങളെ കിടാവിടെ എല്ലാം എടുത്ത് പോയാറ്. കൂടെ നല്ല പാൽഡാട്ടി വെളുത്തെങ്കത്തെ കിടാവാണ്. യഫൂഹു മിൻഹുൽ മിസ്കു, ആ കിടാവിൽ നിന്ന് കസ്തൂരിയുടെ മണ ഇങ്ങനെ വന്നുകൊണ്ടുണ്ടു. നല്ല പട്ടു വസ്ത്രമുണ്ടു. ആ കിടാവ് ഇങ്ങനെ കിടന്നിട്ടുണ്ടു. ആ കിടാവ് ഉറങ്ങിയിട്ടുണ്ടു. നക്ക് ഉറക്കട ഒൻതകു ബേജാറായിട്ട്. കാരണം ലിഹുസ്നിഹി വ ജമാലിഹി, ആ കിടാവ് എന്തൊരു ചന്താണ്. അതുകൊണ്ട് ആ കിടാവിടെ ഞാൻ ഉറക്കട വൻതിയില്ല. പിന്നെ ഞാൻ തെല്ല് കിടാവിടെ മുട്ട പോയ കിടാവിടെ നെഞ്ഞിന് മേൽ ഞാൻ കൈവെക്കുമ്പോ ഫതബസ്സമ ളാഹികൻ, ആ കിടാവ് പുഞ്ചിരിച്ചിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുമ്പോ കണ്ണുക്ക് സുറുമയിട്ട പോലെയാണ്. അക്ഹലുൽ ഐനൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചൊല്ലുമ്പോ ചെൽദാർ അക്ഹലുൽ ഐനൈൻ, രണ്ട് കണ്ണുകും സുറുമയിട്ട പോലെയാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ സൗന്ദര്യമുള്ള കിടാവ്. ആ കിടാവ് അങ്ങ് പുഞ്ചിരിച്ചിട്ട് വഫതഹ ഐനൈഹി, രണ്ട് കണ്ണടയും ഓപ്പൺ ആക്കിയിട്ട് നന്റെ കിടാവ് എന്തിന് നന്റെ ഒന്ന് നോക്കണു. അങ്ങനെ നോക്കുമ്പോ കിടാവുടെ രണ്ട് കണ്ണിൽ നിന്ന് നല്ല വെളിച്ചമാണ്. ആകാശത്ത് പോകുമ്പോഴത്തെ വെളിച്ചമാണ്. ഫഖബ്ബൽതുഹു ബൈന ഐനൈഹി, ആ കിടാവുടെ രണ്ട് കണ്ണുടെ ഇടയിൽ ഞാൻ ചുംബിച്ച്. എന്നിട്ട് കിടാവും മുല കൊടുക്കുക അവിടെമേ തയ്യാറാണ്. നന്റെ ബലത്തെ മുലയുടെ കിടാവുടെ വായിക്ക് നാനിട്ടപ്പ കിടാവ് കുടിച്ചിട്ട് ബലത്തെ മുല കുടിച്ചാൽ പിന്നെ ഇടത്തെ മുല കൊടുക്കണമല്ലേ. അങ്ങനെ ഇടത്തെ മുല കൊടുക്കുമ്പോ കിടാവ് കുടിച്ചുകൊണ്ടില്ല. കാരണം ഇമാമിങ്ങൾ ചൊല്ലാറ് എന്തേ കുടിക്കാത്തെ? തൊട്ടില്ലേ ന്യായം പടിപാട്ടിങ്കത്തെ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നുണ്ടു. ഞാൻ കുടിക്കോ തീരാ ഈ ഉമ്മക്ക് എന്നൊരു കിടാവുണ്ടു അബ്ദുള്ള. അതുകൊണ്ട് ഇടത്തെ മുലയിൽ നിന്ന് നന്റെ സഹോദരനായ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനായ അബ്ദുള്ള ചൊല്ല കിടാവ് കുടിക്കട്ട് എന്നിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മുലയിൽ നിന്ന് പാൽ കുടിക്കിട്, പിന്നൊരു മുലയിൽ നിന്ന് സഹോദരൻ പാൽ കുടിക്കിട്. അങ്ങനെ കിടാവുടെ എടുത്തപ്പ മുലയിൽ വലിയ സമൃദ്ധമായ പാലാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ, തൊടുമ്പമേ സമൃദ്ധി ഇങ്ങനെ വന്നുകൊണ്ടുണ്ടു. ഇങ്ങനത്തെ ഒരു നേതാവുടെ ഉമ്മയുടെ വകയാണ് നരകത്തിലുണ്ടുള്ളത്. നമുക്കത് ഉൾക്കൊള്ളുവാവാത്തെങ്കത്തെ ലോക ചരിത്രത്തിൽ കാത് മുളച്ച ആൾമാർ കേട്ട ഏറ്റവും വലിയ ഭീകരവാദ യന്ത്രം കേട്ടെങ്കിൽ
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബാപ്പ ഉമ്മ നരകത്തിലുള്ളെങ്കത്തെ വിശ്വാസമാണ്. അങ്ക് പുറത്ത് നല്ല സൂട്ട് ബൂട്ടെല്ലാം ഇട്ടിട്ട് ഭയങ്കര പ്രൊഫഷണൽ, ഭയങ്കരാണ്. പുറത്ത് മാത്ര ഉൾക ഈ ചീഞ്ഞി നാറുടെ ആശയാണ്. ഈമാൻ ചൊല്ലത് നശിച്ചു പോയെങ്കത്തെ വിഭാഗം കേട്ടു നോക്കണം. ഞങ്ങളൊട്ടിയെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ബ ഉമ്മയുടെ ಬಗ್ಗೆ നിങ്ങൾ അഭിപ്രായം എന്തേ? നിസ്കരിപ്പാട്ടൊന്നും ചൊന്ന് നടക്കണമെങ്കത്തെ ലോകമൊട്ടാകെ നടക്കുന്ന കുറെ ആൾമാരുള്ളാർ. വേറെ പല ജാത്തിയെല്ലാം ഉണ്ടോ. അങ്ങ് റബിഉൽ വർമ്മ സൈന്ത പിടിക്കിട് അങ്ങലൊട്ടി ഒന്ന് കേട്ടു നോക്കറു. അയിത്ത് ഞങ്ങൾ പള്ളി ചന്താക്കില്ലേ, ഞങ്ങൾ പാട്ടുപാടില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബാപ്പ ഉമ്മയുടെ ಬಗ್ಗೆ ഒരു അഭിപ്രായം ചൊല്ലൂറും ചെല്ലുമ്പോ ചെല്ലാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബാപ്പ ഉമ്മ അവിടേക്ക് ഈങ്ങാ സ്വർഗത്ത് ഭാര്യ ചന്തത്തിലോട് ചൂണ്ടിക്ക. ഇവിടെ ഈ കിടാവ് തൊടുന്നതെല്ലാം സമൃദ്ധിയാണ്. അങ്ങനത്തെ കിടാവുടെ ഉമ്മ എങ്ങനെ നരകത്തിൽ പോകും? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ ചൊല്ലു, നിന്റെ ഭർത്താവ് എഞ്ചിത്ത് നേരെ ഒൻറ്റര മുട്ട പോയി നോക്കുമ്പോ അതൊരു അകിടുണ്ടല്ലോ മൊലെ പാൽ നിറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടുകായി അത്രയും നല്ല പാലാണ്. നിന്റെ ബാപ്പ നിന്റെ ഭർത്താവ് ചൊന്തു, യാ ഹലീമ വല്ലാഹി ഇന്നി ലഅറാകി ഖദ് അഖത്തി നസമത്തൻ മുബാറക, നീ നല്ല ബർക്കത്തുള്ള ഒരു കിടാവിടെ പിടിച്ച പോലെ ഉണ്ടല്ലേ. ഇന്നലെ ജാവും യാത്രയിൽ ഉടനീളം ഒരല്പ പാല് പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലേ, ഒരു ബർക്കത്തും ഒരു ഖൈറും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലേ. പക്ഷേ ഇതെന്താണ്? ആടിൽ കത്ത നല്ല ഉഷാറുണ്ടോ, ഒൻറ്റയുടെ അകടിൽ നല്ല പാലാണ്, നിന്റെ മുലപ്പാലും നല്ല സമൃദ്ധമാണ്, വലിയ ബർക്കത്തുള്ള കിടാവിടെ ഞങ്ങൾ പിടിച്ചാണ് ഭയങ്കര കുസിയാണ്. എന്നിട്ട് നിന്റെ ഭർത്താവ് ചൊന്തു സ്കുത്തി മുണ്ടതെക്കോണോ, മുണ്ടണ്ട വക്തുമീ അമ്രയ്ക്ക് ആരൊട്ടികയും ചെല്ലണ്ട. കാരണം കുറെ ആൾമാർ ഈ കിടാവിടെ തൊടാണ്ട് പോയതാണ്. ആരൊട്ടിക ഇപ്പൊ ചെല്ലണ്ട. അങ്ങനെ ചൊല്ലു, ഈ കിടാവ് ജനിച്ച ജാവു മുതൽ പുരോഹിതന്മാരും അല്ലാത്ത ആൾമാരും ചൊന്നുകൊണ്ടിരുന്നാറ് ലോകം കാത്തോണ്ടുള്ളെങ്കത്തൊരു കിടാവ് ജനിച്ചിരുന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഗ്യ ചെന്നാറ്. അങ്ങനെ വലിയ കൊസിയത്ത് ഈ ഉമ്മ കിടാവുടെ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ ഏൽപ്പിക്കിട്. അങ്ങനെ യാത്ര ചൊന്നിട്ടു മക്കത്തെ പോണ്ടാറ്. ബാക്കിയുള്ള പെണ്ണിങ്ങെല്ലാം പോയിട്ടായിട്ട് അങ്ങനെ പോയി ടീമ ചൊല്ലു, നാണ് കിടാവുടെ എടുത്തിട്ട് നിന്റെ കത്തര മേലിൽ ഞാൻ പത്തിയ കത്ത് കഅബാലയത്തെ ഭാഗത്ത് സാഷ്ടാംഗാക്കിയിട്ട് അതിലെ തലയുടെ മേൽഭാഗത്ത് അങ്ങ് ഉയർത്തിയിട്ട് എന്നിട്ടത് സഞ്ചരിക്കുക തുടങ്ങിയിട്ട് ഭയങ്കര ഓട്ടാണ്. വസാറന്നാസു യതഅജ്ജബൂന മിന്നി, ആൽമാർ അത്ഭുതപ്പെടുക തുടങ്ങിയാറ്. ഹലീമ നേരത്തെ വരുമ്പോ ബാക്കിലാണിങ്ങ ഒൻറ്റക്ക് നടക്കുക തീരില്ല, കത്തക്ക് നടക്കുക തീരില്ല. ഇത് വെറുതെയും ഉണ്ടാക്കിയിട്ടുള്ളെങ്കത്തെ കഥകളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചരിത്രം ഏതെല്ലാം കിതാബിൽ വിശദീകരിച്ചില്ല, എല്ലാത്തിലും ഈ സംഭവങ്ങൾ ചൊല്ലു. ആൽമാർ അത്ഭുതപ്പെട്ടാറ്. കത്ത പുതിയ എടുത്തമാ മക്കത്തെ, ഒൻറ്റ പുതിയതെടുത്തമാ മക്കത്തെ. ഒന്നുമല്ല, ഈ കത്തയും ഈ ഒൻറ്റയും ഇങ്ങളെ ഓവർടേക്ക് ആക്കി പോയോണ്ടുണ്ടു. അത്ഭുതകരമായ ഓട്ടമാണ്. അങ്ങനെ ഓടിയിട്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ അങ്ങനെ ബനൂ സഅദ് എത്രാറ്. അതിൽ പിന്നത്തെ കുറെ സംഭവങ്ങൾ അയ്മ വിശദീകരിക്കുന്നത്. ബനൂ സഅദ് ക്ഷാമത്തെ കാലാണ്. അവിടെ പോയപ്പോൾ ആടുക പാലുണ്ടാവുള്ളൂ. അവിടെ എല്ലാവരും ഈ കിടാവ് ആരൊട്ടിയെ കൂടിത്ത ആരെ മേൽക്ക് കൈവച്ചിത്ത അവിടെ എല്ലാം സമൃദ്ധിയാണ്. പിന്നെ 4 വർഷം ബനൂ സഅദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാർക്കിടും. 4 വർഷം പാർത്തിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 4 വർഷം അവിടെ പാർക്കിടുണ്ടാണ്. അയക്ക് മുന്നിൽ എല്ലാ വർഷം അബ്ദുൽ മുത്തലിബ് ഉണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപ്പാപ്പ, അയാൾ വർഷ തായിഫ് പോയോണ്ടിരുന്നു. എന്തെങ്കിലും ചൊന്നെങ്കിൽ ഈ കിടാവിടെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു പോകും. ഹലീമ ബീവി ഓർക്ക ചണ്ടുവട്ട ഈ കിടാവിടെ എടുത്ത ബന്ത് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ ഈ കിടാവിടെ നേരെ എപ്പ മുലകുടി നിപ്പാട്ടിയപ്പ കിടാവിടെ ഓർക്ക് എടുത്ത പണ്ട് ഉമ്മക്ക് കാട്ടുകൂ. അങ്ങനെ മക്കത്ത് എടുത്ത പണ്ട് പിന്നെ ഈ കിടാവിടെ കൊടുക്കുക മനസ്സില്ല. ഈ കിടാവിടെ നങ്കേ തറന്നുകൊണ്ടുള്ളൂ. അങ്ങനെ വീണ്ടും എടുത്ത പോണ്ട് ബനൂ സഅദ്. പിന്നെ ബനൂ സഅദ് അവിടെ നല്ല പ്രകൃതി ഉള്ളെങ്കത്തെ റായാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർക്ക ചെന്നത്, നാണ് ബനൂ സഅദിൽ വളർന്നു വന്നെങ്കത്തെ ആളാണ്. നല്ല സാഹിത്യം ഉണ്ടെങ്കത്തെ, നല്ല സ്ഫുടമായി ഉണ്ടകു പഠിക്കണമെങ്കത്തെ ഒരു ജാഗയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പ്രകൃതിയിൽ നിന്ന് കുറെ പഠിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒർക്ക എടുത്ത വന്നിട്ട് രണ്ടാമത് എടുത്ത കൊണ്ടു. പിന്നെ ഈ നെഞ്ഞുകീറുന്ന സംഭവം നഞ്ചെന്നല്ലേ, ಅದಕ್ಕೆ ಮುನ್ನಲೊರ್ಕ ಮಕ್ಕತ್ತಿಗೆ എടുത്ത പണ്ട് പിന്നൊർക്ക് എടുത്ത പോണ്ടു. പിന്നെ ബുടക്ക് മനസ്സില്ല. അപ്പൊ ചൊല്ലു ഇവിടെ മക്കത്തിലെല്ലാം പ്ലേഗ് രോഗം ഉണ്ടല്ലോ, വബാ രോഗ. അതുകൊണ്ട് ഈ കിടാവിടെ മേൽ നക്കത് പേടിയാവു. ഞാൻ ഈ കിടാവിടെ എടുത്ത കൊണ്ട് അഞ്ചൊന്നുണ്ട് പിറകെ ഹലീമത്ത് സഅദിയ റളിയല്ലാഹു അൻഹ ഈ കിടാവിടെ വീണ്ടും എടുത്തുകൊണ്ട് പോണ്ടു. അങ്ങനെ മൂന്നാമത് ഈ കിടാവിടെ ഹൃദയ സർജറി, ഹൃദയം കീറാറ്. ഇതായിട്ട് ഭയങ്കര പേടിയായിട്ട് ഉമ്മക്ക് പേടിയായിട്ട് ഈ ഉമ്മ നേരെ എടുത്തുകൊണ്ട് വന്നിട്ട് കിടാവിടെ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ കൊടുക്കൊടു. അപ്പോഴാണ് ആമിന ബീവി റളിയല്ലാഹു അൻഹ കേക്കടേ നിങ്ങക്ക് എന്ത് പേടിയാവിടാണ് കേക്കട്.
ನನ್ನ ಕಿಡಾವುಡೆ ಶೈತಾನ್ ತೊಳುವಂತುಳ್ಳ ಬೇಡಿಯಾವು ಆ ಉಮ್ಮಗ ಅಪ್ಪಮೇ ಗೊಂತುಂಡು ಈ ಕಿಡಾವು ಜಿಲ್ಲಕ್ಕಾರನಲ್ಲ ನನ್ನ ಕಿಡಾವುಡೆ ಒಂದು ಶೈತಾನು ತೊಡಗು ಸಾಧ್ಯ ಇಲ್ಲ ಅಂತ ಸಯ್ಯಿದತ್ತುನ ಉಮ್ಮುನ ಬಹುಮಾನಪಟ್ಟ ಆಮಿನತು ಝುಹ್ರಿಯ റളിയല്ലാഹു അൻഹ ചൊല്ലു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിക്കട് ബഹുമാനപ്പെട്ട അലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ ബഹുമാനപ്പെട്ട ആമിന റളിയല്ലാഹു അൻഹ 4ാമത്തെ വർഷത്തിൽ കിടാവ് കിട്ടു. അങ്ങനെ സംരക്ഷിച്ചിട്ട് 6ാമത്തെ വർഷാവുമ്പോ ഈ കിടാവുടെയും കൂട്ടിയിട്ട് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെയും കൂട്ടിയിട്ട് നേരെ മദീനത്ത് കൊണ്ടുപോകും. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ ചൊന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബൽത്യങ്കെത്ത പെണ്ണിങ്ങാണ്. അയ്യാവുന്ന ബാപ്പയുടെ മുട്ടത്ത് കിട്ടിയ പെണ്ണുങ്ങാണ്. 25ാമത്തെ വർഷത്തിൽ ബാപ്പ വഫാത്തായി പോണ്ടു. 20ാമത്തെ വർഷത്തിൽ ആമിന ബീവി റളിയല്ലാഹു അൻഹ ചെറിയ പ്രായത്തിലെ വഫാത്തായി പോണ്ടാറ്. 6 വർഷം ബൽത്തിട്ട് കിടാവുടെ മക്കത്തെ മദീനത്ത് വിളിച്ചു കൊണ്ടു. മദീനത്തിൽ ബനു നജ്ജാർ ഗോത്രക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മയുടെ കുടുംബക്കാർ ബാപ്പയുടെ കുടുംബക്കാർ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബാപ്പ അബ്ദുള്ള റളിയല്ലാഹു അൻഹു. ആ അബ്ദുള്ള റളിയല്ലാഹുവിന്റെ ബാപ്പ ആര്? അബ്ദുള്ളയുടെ ബാപ്പ അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന്റെ ബാപ്പ ഹാഷിം. ആ ഹാഷിം ഷാമുക്ക് കച്ചവടത്തിന് പോകുമ്പോൾ മദീനത്തിൽ ഒരു പെണ്ണിടെ മങ്ങിലായിട്ട് സൽമാനുള്ള പെണ്ണിങ്ങ. ആ സൽമായുടെ മങ്ങിലായിട്ട് അയാൾ പിന്നെ യാത്ര പോണ്ടു. യാത്ര പോകുമ്പോൾ സൽമാ ബീവി കർപ്പുഞ്ചിയാണ്. ഈ ഹാഷിം പിന്നെ ഗസ്സത്തിൽ പോയിട്ടാണ് മരിക്കടേ. ഇണ്ടത്തെ ഗസ്സ അതിനെ പറ്റി അങ്ങ് ചെല്ലാത് ഗസ്സത്തു ഹാഷിം ഇണ്ടത്തെ ആൾമാറും അഭിമാനപ്പെടുറാറ്. ഞങ്ങളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പ മരിച്ചു കിടന്നെങ്കിൽ തറായാണ് ഹാഷിമുടെ ഗസ്സയാണ്. ആ ഹാഷിമുടെ ഭാര്യയാണ് സൽമ റളിയല്ലാഹു അൻഹ. ആ സൽമയുടെ കിടാവാണ്, ആ സൽമക ജനിച്ചെങ്കത്തെ കിടാവാണ് മുത്തലിബ്, അബ്ദുൽ മുത്തലിബ്. ആ അബ്ദുൽ മുത്തലിബിടെയാണ് പിന്നെ മദീനത്ത് കിടത്ത മക്കത്ത് കിടത്ത പണ്ട്. അപ്പൊ ബാപ്പയുടെ കുടുംബക്കാർ മദീനത്തിലുള്ളാറ്. അങ്ങനെ മദീനത്ത് കൊണ്ടു അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, ഞാൻ മീന്തൊക്കെല്ലാം പഠിച്ചത് മദീനത്താണ്. അങ്ങനെ മദീനത്തിൽ താമസിച്ചിട്ട് റിട്ടേൺ പണ്ടെങ്കിലത്തൊരു ടൈമുണ്ടു. അങ്ങനെ റിട്ടേൺ വരുമ്പോഴാണ് ഉമ്മ ആമിന റളിയല്ലാഹു അൻഹ അബവാഹുള്ള ജാഗിൽ വഫാത്തായി പോണ്ടേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തിൽ 1 മാസം പാർക്കിട്. അങ്ങനെ പാർത്ത സംഭവങ്ങൾ കുറേ ചൊന്നോണ്ടിരുന്ന് ഞാൻ അവിടെ മീന്തൊക്കെ പഠിച്ച സംഭവം ചൊല്ലു. പിന്നെ ജൂതന്മാർ ഈ കിടാവിടെ നോക്കിടാറ് യഹൂദിങ്ങ. മദീനത്ത് യഹൂദിങ്ങ കുറേ ഇന്നാറല്ലേ, അങ്ങക്ക് തൗറാത്തിലെല്ലാം ഗൊന്തുണ്ട്. ഇങ്ങനത്തെ ഒരാൾ പണ്ട് കാത്തോണ്ടുള്ളാറാണ്. ഈ കിടാവിടെ കാണുമ്പോ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ ചൊല്ലു, ഇങ്ങ ചെന്നാറ് ഹുവ നബിയു ഹാദിഹിൽ ഉമ്മ, ഇത് ഈ കാലത്തെ ഈ ഉമ്മത്തര നബിയല്ലേ ഈ കിടാവ്. വഹാദിഹി ദാറു ഹിജ്റത്തിഹി, ആ കിടാവ് ഹിജ്റ പണ്ടെങ്കെത്തറായ ഇതല്ലേ. ഇങ്ങനല്ല അങ്ങ് മുണ്ടിയോണ്ടുള്ളാറ്. മുണ്ടുന്നത് കേട്ടപ്പോൾ പേടിയായിട്ട് ഈ ജൗതന്മാർ എന്തു ആക്കുവാറ്, അസൂയക്കാരാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ആമിന റളിയല്ലാഹു അൻഹ ഉമ്മു ഐമൻ നേരെ കിടാവുടെയും കൂട്ടിയിട്ട് മക്കത്ത് വണ്ടാറ്. അങ്ങനെ മക്കത്ത് വരുമ്പോ ഫലമ്മാ കാനത്ത് ബിൽ അബവായി തൂഫിയത്, അബവാഹുകളുടെ ജാഗകത്തുമ്പോ ബഹുമാനപ്പെട്ട ആമിനത്തു സുഹ്രിയ റളിയല്ലാഹു അൻഹ വഫാത്തായി പോണ്ടു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 6 വർഷമുള്ള കിടാവാണ്. ലോകത്തെ ഏറ്റവും വലിയ പ്രയാസങ്ങൾ നേരിട്ട ആൾ ആരുണ്ട് കേട്ടെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗർഭത്തിലിക്കുമ്പമേ പ്രിയപ്പെട്ട ബാപ്പ വഫാത്തായി പോണ്ടു. 6ാമത്തെ വർഷത്തിൽ ഉമ്മ വഫാത്തായി പോണ്ടു. 8ാമത്തെ വർഷത്തിൽ അബ്ദുൽ മുത്തലിബ് വഫാത്തായി പോണ്ടു. ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബിനൊട്ടിയ വലിയ പിരിസാൻ. ആ രംഗം ചൊല്ലു അബ്ദുൽ മുത്തലിബ് വഫാത്തായപ്പ 8 വർഷമുള്ള കിടാവു അബ്ദുൽ മുത്തലിബിയുടെ കട്ടിലിന്റെ മുട്ട വന്ന് ഉൾപ്പെട്ടോണ്ടിന്താണ്. ബാപ്പ പോയിര്, ബാപ്പ വഫാത്ത്, ഉമ്മ വഫാത്ത്, ഉപ്പാപ്പ വഫാത്തായി പോയിട്ട് കിടാവ് ഭയങ്കര ബേജാറായിട്ട് അവിടെ ഉൾപ്പെട്ടോണ്ടുണ്ടു. പിന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പെൺമക്കൾ വഫാത്തായി പോയാറ്, ആൺമക്കൾ വഫാത്തായി പോയാറ്, കണ്ണിടെ മുന്നിലെ 2 ഭാര്യമാർ വഫാത്താവും. എത്ര പരീക്ഷണങ്ങളാണ് ലോകത്ത്. ഞാൻ ഈ അടുത്ത് കേരളത്തെ DGP ജേക്കബ് ചൊല്ലെങ്കത്തെ ഒരാൾ, അയാൾ എത്രയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇങ്ങനെ ചൊല്ലേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ ചെന്ന് അയാൾ ചൊല്ലെ, ഇതെല്ലാം എണ്ണിട്ട് അയാൾ ചൊല്ലെ. ഇങ്ങനത്തെ പരീക്ഷണത്തെ ഒരു 5 ശേക്കട ഞങ്ങൾക്ക് മിത്ത് വന്നിരെങ്കിൽ ഞങ്ങൾ എപ്പമാ നാസ്തിക്കായിട്ടാവും, യുക്തിവാദിയായിട്ടാവും. ദേവരെ ഇല്ല നക്കെ എൻ്റെ പരീക്ഷണം ചെന്നിട്ടു ദേവരെ ബലിച്ചിട്ട് ഞങ്ങൾ ഓടത്താ. പക്ഷെ ഇത്രയും പരീക്ഷണങ്ങൾ കിട്ടിയ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചോണ്ട് പരിചയപ്പെടുത്തിയ റഹ്മാനും റഹീമുണ്ടാണ്, പരമകാരുണ്യവന്ത, ഏറ്റവും വലിയ കരുണയാക്കട ആളുണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. അങ്ങനെ 6ാമത്തെ വർഷത്തിൽ പ്രിയപ്പെട്ട ഉമ്മ വഫാത്താവുടെങ്കത്തൊരു രംഗം, അത് ഭയങ്കര ദുഃഖത്തൊരു ടൈമാണ്. ലോക ചരിത്രത്തിൽ ദുഃഖത്തെ കുറേ സമയങ്ങളിക്കൂ നിങ്ങൾ നണ്ടൊട്ടി കേൾക്കാറ്. ലോകത്തെ ഏറ്റവും വലിയ ദുഃഖരംഗത്തെ ഒന്ന് എടുത്തു ചൊല്ലണമെന്ന് ചൊന്നെങ്കിൽ ഞാൻ ചൊല്ലത് ഈ സംഭവത്തെ ആയിട്ടിക്കൂ. പ്രിയപ്പെട്ട 6 വർഷത്തെ കിടാവു, കൂടെ ആരുമില്ല, ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ മാത്രാണ്. പ്രിയപ്പെട്ട ഉമ്മ മദീനത്തെ മണ്ണിൽ അബവാവിൽ വെച്ച് വഫാത്തായി പോകുമ്പോ
5 നാൾ കഴിഞ്ഞിട്ട് ഈ കിടാവുടെയും കൂട്ടിയോണ്ട് മക്കത്ത് വണ്ടെങ്കത്തൊരു ടൈമുണ്ടല്ലേ, ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ ദുഃഖത്തെ ടൈമാണത്. ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ വിരഹത്തെ ദുഃഖം അനുഭവിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഖസീദത്തുൽ ബുർദത്തിൽ ഈ ഭാഗം ഞാൻ എഴുതുമ്പോൾ നമുക്ക് നനപ്പാവുള്ളൂ. നമുക്ക് അങ്ങനെ കരച്ചിലൊന്നും വേണ്ടില്ല, നമുക്ക് മഹബത്ത് വേണ്ടേ. ഈ സംഭവങ്ങൾ ഓർക്കുമ്പോൾ ആ ഭാഗം എഴുതുമ്പോൾ 5-10 മിനിറ്റ് നിന്നെ കൊണ്ട് എഴുതുകയായില്ല. കാരണം ഈ സംഭവങ്ങൾ അങ്ങ് ഓർക്കുമ്പോൾ ലോക ചരിത്രത്തിൽ ഏറ്റവും ദുഃഖമുള്ളെങ്കത്തെ ടൈമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ ഫിറാഖാവുടെങ്കത്തെ രംഗം പിന്നെ അപ്പുറം എഴുതുക ഒരക്ഷര പോലും കണ്ടില്ല, ഒരക്ഷര പോലും എഴുതുക അപ്പുറം ആവില്ല. കാരണം ഇതാത്ത ടൈമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൽബുൽ ആയെങ്കത്തെ ദുഃഖത്തിലായിട്ടിക്കൂ. അങ്ങനെ ഉമ്മ വഫാത്താവുടെ ടൈമിൽ ഉമ്മ ഈ പ്രിയപ്പെട്ട കിടാവുടെ മുഖത്ത് നോക്കിടുണ്ടാണ്. നോക്കിട്ട് ചൊല്ല്, ബറാക ഫീകല്ലാഹു മിൻ ഗുലാമി യബ്നല്ലദീ മിൻ ഹൗമത്തിൽ ഹുമാമി നജാ ബിഔനിൽ മാലിക്കിൽ അല്ലാമി فذي غداة الضرب بالسهام بمئة من إبل ساوامي إن صح ما أبصرت في المنام فأنت مبعوث إلى الآنام تبعث في الحل وفي الحرام تبعث في التحقيق والإسلام ديني أبيك البر إبراهام. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കിയിട്ട് പ്രിയപ്പെട്ട ഉമ്മ ആമിന റളിയല്ലാഹു അൻഹാ ചൊല്ലു, ഓ കിടാവ്, അല്ലാഹു നിങ്ങൾക്ക് വലിയ ബർക്കത്താക്കട്ടെ. നിങ്ങ അബ്ദുള്ള റളിയല്ലാഹു അൻഹുടെ മോനാണ്. 100 ഒൻറ്റ കൊണ്ട് പകരം കൊടുക്കപ്പെട്ട ആളാണ് അബ്ദുള്ള, എൻ്റെ ഭർത്താവ്. ആ ഭർത്താവിൽ നിന്നുണ്ടായെങ്കത്ത മോനാണ്. ഞാൻ സ്വപ്നത്തിൽ കണ്ടത് നേരുണ്ടായെങ്കിൽ ഇൻ സഹമാ അബ്സർതു ഫിൽ മനാമി ഫഅൻത മബ്ഊസുൻ ഇലൽ അനാമി. ഞാൻ സ്വപ്നത്തിൽ കണ്ടത് നേരുണ്ടായെങ്കിൽ ലോകത്തുള്ള ആൾമാർക്ക് നിയോഗിക്കപ്പെട്ടെങ്കത്ത നബിയാണ് നിങ്ങൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ എപ്പ ചൊന്തു? 6ാമത്തെ വർഷത്തിൽ ചൊന്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ വിശ്വാസമുള്ളെങ്കത്ത ഉമ്മയാണ്. ഞാൻ നേരത്തെ ചൊന്നല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മ രക്ഷപ്പെട്ട ആളല്ലാൻ ചൊല്ലത് കിണ്ടത്താൽമാരെ പ്രൂഫ് എന്തിനാ ഒന്നുണ്ട. AD 576 ആ ഉമ്മ വഫാത്തായി പോയിട്ട് അല്ലേ. AD 610 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്ത് കിട്ടിയത്. അപ്പൊ നുബുവത്ത് കിട്ടിയത് 610 ഉമ്മ വഫാത്തായത് 576 ഇത് ആ ഉമ്മാക്കിയ തപ്പ? ആ ഉമ്മാക്കിയ തപ്പല്ലല്ലേ, അള്ളാഹു അങ്ങ് വഫാത്താക്കിയതല്ലേ. ഇങ്ങനെയുള്ളത് നബിയാവുടാട്ടി മുന്നൽ വഫാത്തായി പോയിട്ടല്ലേ. അതുകൊണ്ട് വാത്സൽ അപ്പുറം കടത്തി വിട്ടാറ്. നഊദുബില്ലാ, ഒരാളും അങ്ങനത്തെ ആൾമാരെ ശർറിൽ പെട്ടുപോകണ്ട. അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. ഇൻ സഹമാ അബ്സർതു ഫിൽ മനാമി ഫഅൻത മബ്ഊസുൻ ഇലൽ അനാമി. എന്നിട്ട് ആ ഉമ്മ ചൊല്ലു, കുല്ലു ഹയ്യിൻ മയ്യിത്ത്, എല്ലാ ഹയാത്തുള്ള ആളും മരിച്ചു പോണ്ടാറ് മോനെ. വകുല്ലു ജദീദിൻ ബാൽ, എല്ലാ പുതിയതും പലേതായി പോണ്ടു. വകുല്ലു കബീരിൻ യഫ്ന, എല്ലാ വലിയ ആളും നശിച്ചു പോണ്ടാറ്. വ അന മയ്യിതത്തുൻ, ഞാനിതാ അബവായുടെ മണ്ണിൽ മരിച്ചു പോയോണ്ടുള്ള. വദിക്രി ബാക്കിൻ, പക്ഷേ നിന്റെ സ്മരണ അന്ത്യനാൾ വരെ ബാക്കിയാണ്. ഈ കുട്ടിയിലൂടെ, ഈ കിടാവിലൂടെ, ഇണ്ടും ഈ സെക്കൻഡിലും ആ ഉമ്മയുടെ പേര് ഞങ്ങൾ ചെന്നുകൊണ്ടുള്ള. റളിയല്ലാഹു അൻകി യാ ഉമ്മ, ബഹുമാനപ്പെട്ട ആമിന റളിയല്ലാഹു അൻഹാ ചൊല്ലു, വഖദ് തറക്തു ഖൈറ, ഞാൻ ഏറ്റവും ഖൈറായ നിന്റെ കിടാവുടെ കൂടെ വിട്ടുപോയോണ്ടുള്ള. വലത്തു തുഹുറൻ, ഏറ്റവും ശുദ്ധിയുള്ള സംശുദ്ധിയുള്ള ഒരു കിടാവുടെ ഞാൻ പ്രസവിച്ചിരാൻ ചൊന്നിട്ടു. വലിയ സന്തോഷത്തിലാണ് ആ ഉമ്മ അങ്ങ് വഫാത്തായി പോണ്ടേ. തുമ്മ മാതത് റളിയല്ലാഹു അൻഹാ, പ്രിയപ്പെട്ട ഉമ്മ ആമിന റളിയല്ലാഹു അൻഹാ അബവാഇലങ്ങ് വഫാത്തായി പോണ്ടു. ആ സമയത്ത് ജിന്നുങ്ങ വിലാപ്പ കാവ്യ പാടിയോണ്ടിരുന്നാറുണ്ടാണ്. അവിടെ കുറെ ബൈത്തിങ്ങനൊക്കെ എടുത്ത് ഉമ്മ വഫാത്തായി പോയിട്ടല്ലേ. നബിക്കിൽ ഫതാത്തൽ ബർറത്തൽ ആമീന ദാത്തൽ ജമാലിൽ ഇഫ്ഫത്തിർ റാസീന സൗജാത അബ്ദില്ലാഹി വൽ ഖാരീന ഉമ്മ നബിയില്ലാഹി ദിസ്സാകീന വസാഹിബൽ മിംബാരി ബിൽ മാദീന സ്വറത് ലദാ ഹുഫ്റാതിഹാ റാഹീന. ജിന്നുങ്ങ ചെന്നാർ ഏറ്റവും നല്ല ഗുണമുള്ളെങ്കത്തെ, നിർഭയമുള്ളെങ്കത്തെ, ഏറ്റവും നല്ല വിശ്വസ്തയായ, സൗന്ദര്യമുള്ള, മാന്യതയുള്ളെങ്കത്തെ, തറവാടുള്ളെങ്കത്തെ അബ്ദുള്ള റളിയല്ലാഹു അൻഹുടെ ഭാര്യയായ പ്രിയപ്പെട്ട ഉമ്മ ആമിന റളിയല്ലാഹു അൻഹ വഫാത്തായി പോയിട്ടല്ലേ. അള്ളാഹുടെ നബിയുടെ ഉമ്മയാണത്. മദീനത്തുള്ള മിമ്പറുടെ സാഹിബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മ അങ്ങ് വഫാത്തായി പോയിട്ട് ഞങ്ങ പുൽപുട്ടോണ്ടുള്ളാണ്ട് ജിന്നുങ്ങ വിലാപ്പ കാവ്യ പാടിയത് ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു ദിക്റു വഫാത്തി ഉമ്മിഹി വമാ യതഅല്ലഖു ബി അബവൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നിട്ടു വിശദീകരിച്ചുകൊണ്ടുണ്ട്. ഇനി ചൊല്ലത് ബാപ്പ ഉമ്മ രക്ഷപ്പെട്ട ആൾമാറും ചൊന്നിട്ടു. ധാരാളം തെളിവുകളാണ് ബഹുമാനപ്പെട്ട ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ടുള്ളേ. അപ്പം ഞാനിന്ന് ചെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോൾ ഉണ്ടായ അത്ഭുതങ്ങൾ. ആ പ്രിയപ്പെട്ട കിടാവുടെ ബഹുമാനപ്പെട്ട ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ കൊമ്പോയതും
ആ കിടാവ് തൊട്ടവിടെ എല്ലാം ബർക്കത്താണ്. ഏറ്റവും വലിയ സമൃദ്ധി ഉണ്ടായിട്ട് 6ാമത്തെ വർഷത്തിൽ പ്രിയപ്പെട്ട ഉമ്മ അങ്ങ് വഫാത്തായി പോയിട്ട്. അതുകൊണ്ടാണ് 600 ചില്ലാറ വർഷം കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ബൂസീരി ഇമാം ഖസീദത്തുൽ ബുർദ പാടുമ്പോൾ ബുൽപുട്ടുകൊണ്ടാണ് അയാൾ തുടങ്ങുന്നത്. അമിൻ തദക്കുരി ജിറാനിം ബിദി സലമി മസജിത്ത ദംഅൻ ജറാ മിൻ മുഖ്ലത്തിൻ ബിദമി അം ഹബ്ബത്തിർ റീഹു മിൻ തിൽഖാഇ കാദിമത്തിൻ വഅൗമദൽ ബർഖു ഫിൽ ദൽമാഇ മിൻ ഇളം. നിരന്തരമായ കരച്ചിലാണ്. എന്തേ കരച്ചിൽ വേണ്ടേന്ന് ചൊന്നെങ്കിൽ നന്റെ പ്രിയപ്പെട്ട നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർത്തിട്ടാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ത്യാഗങ്ങൾ ഓർത്തിട്ടാണ് പ്രിയപ്പെട്ട ബാപ്പ വഫാത്തായി പോയത്, ഉമ്മ വഫാത്തായി പോയത്, 2 തിങ്കൾ ആ പ്രിയാത്തത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫ് പോയപ്പോൾ കല്ലെറിഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ത്വായിഫിൽ ജീവിക്കുക വിടാത്തത്, മക്കത്തെ ഭർത്താക്കിയത്, ഇങ്ങനെ തുടങ്ങി പ്രതിസന്ധികൾ പ്രയാസങ്ങൾ മാത്രമാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന്. മദീനത്ത് പോയിട്ടും വിശ്രമിക്കുകയില്ല. മദീനത്തെ 10 വർഷത്തിൽ 74ഓളം യുദ്ധങ്ങളായിട്ടും ചൊന്നെങ്കിൽ ഓരോ വർഷത്തിൽ 5-6 യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടി വന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഒരു ടൈം പോലും വിശ്രമമില്ലാത്ത ലോകത്തെ ഏറ്റവും ബിസി നെങ്കത്തെ നേതാവ്. എന്നാലും ലോകത്ത് എല്ലാ മെസ്സേജുകളും പഠിപ്പാട്ടിയ ആളാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവുടെ ഖൽബിൽ കൊണ്ട് നടക്കൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാൻ. ഞങ്ങളെ ഖൽബ് നീ ശുദ്ധിയാക്കണം റഹ്മാൻ. നീ ഏറ്റവും ഇഷ്ടപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് ഞങ്ങളെ ഖൽബിൽ നീ നൽകണം റഹ്മാൻ. അർഹമുർ റഹീമീനായ സാഹിബുൽ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വം കൊണ്ട് ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ തല മുതൽ കാൽ വരെ നീ നല്ല ആഫിയത്ത് നൽകണം റഹ്മാനെ. ആരോഗ്യം നൽകണം റഹ്മാനെ. ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ത്യാഗ ജീവിതങ്ങൾ, മഹത്വങ്ങൾ, മദ്ഹുകൾ ഈ സദസ്സിൽ നാം പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് റഹ്മാനെ. ഞങ്ങളെയും ഈ സദസ്സിൽ വന്ന മുഴുവൻ മോമിനീങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ. ഈ ക്ലാസ് കഴിഞ്ഞ് ചായ കൊടുക്കുന്നവർ, കടി കൊടുക്കുന്നവർ, അവർക്ക് നീ വലിയ ബർക്കത്ത് കൊടുക്കണം റഹ്മാൻ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ, പ്രവർത്തിച്ചവർക്ക് നീ ഇസ്സത്ത് നൽകണം റഹ്മാനെ, റാഹത്ത് നൽകണം റഹ്മാനെ. ഈ സദസ്സിൽ വന്ന ഒരാളെയും നീ ഖൈബാക്കരുത് റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ ഖൽബിന് നീ നല്ല വെളിച്ചം നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ നാഫിയായ ഇൽമ് നൽകണം റഹ്മാനെ. സാലിഹായ അമൽ നൽകണം റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾക്ക് നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൗദുൽ കൗസർ നൽകണം റഹ്മാനെ. അവിടുത്തെ ഷഫാഅത്തിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾക്ക് നീ വലിയ ഇസ്സത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ നന്നാക്കണം റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ. ഞങ്ങളെ മക്കളെ എക്സാമുകളിൽ നീ വിജയം നൽകണം റഹ്മാനെ. പരീക്ഷകളിൽ അവരെ നീ പാസ്സാക്കി തരണം റഹ്മാനെ. എല്ലാവിധ പ്രയാസങ്ങൾ, മുസീബാത്തുകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ചെറിയ ബൈത്ത് പാടിയിട്ട് പോകാം. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ